നീണ്ടര കൊട്ടയൊക്കെ പിടിച്ച എന്റെ ജീവിതം. എല്ലാം അങ്ങനെ വള്ളക്കാര് നല്ല മനുഷ്യരാ, ഒരു കൊല്ലം തരും. അതിന് പോയിട്ട് തന്നെ 2 മാസം കഴിഞ്ഞ് ഞാൻ 10 പൈസയുടെ വരുമാനം എനിക്കില്ല വേറെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചായ കുടിക്കുന്ന പൈസയെങ്കിലും ഇവർക്കൊന്ന് അയച്ചു നൽകാമോ? ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കഴിയുന്ന ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയുമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബോസ് എന്നാണ്. കൊല്ലം കാവനാട് സ്വദേശിയാണ്. അപ്പോൾ ഇവർ ഒരു പനിയും അതുപോലെ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിയതാണ്. തുടർന്നുള്ള ചികിത്സയിലാണ് അറിയുന്നത് ഈ അപ്പച്ചന് ക്യാൻസറാണ് എന്ന്. അപ്പോൾ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോകാൻ വണ്ടിക്കൂലി പോലും കയ്യിൽ ഇവരയിലില്ല. തുടർ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ വണ്ടിക്കൂലിയോ ഭക്ഷണത്തിനോ പോലും ഒന്നിനും 1 രൂപ പോലും. ാണ് എൻ്റെ അടുത്ത് ഈ ഒരു അമ്മച്ചി വന്നത്. ഈ അമ്മച്ചിയുടെ പേര് രമണി എന്നാണ് കേട്ടോ. ഈ അമ്മച്ചി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന്, സാറേ ഒരു വീഡിയോ. ഞാൻ പറഞ്ഞു സാറേ എന്നൊന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മോനെ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ എങ്കിലും ചെയ്ത് ഒരു 10 രൂപ, എനിക്ക് 1 രൂപ കിട്ടിയാൽ പോലും അതെനിക്ക് പുണ്യമാണ്. അത്രത്തോളമാണ് ഈ അമ്മ എന്നോട് പറഞ്ഞത്. കാരണം അവർക്ക് പോകാൻ വേണ്ടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഡിസ്ചാർജ് ചെയ്തിട്ട് പോലും ഇവർക്ക് ആശുപത്രി വിട്ടുപോകാൻ കഴിയുന്നില്ല. അവിടുത്തെ നല്ലവരായ ഡോക്ടർമാരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് വീണ്ടും അവിടെ തന്നെ തുടരുകയാണ്. ഡിസ്ചാർജ് എഴുതി മേടിച്ച് വെച്ചേക്കുകയാണ്. പക്ഷെ പോകാൻ കഴിയുന്നില്ല. അതിന് പോകാനുള്ള വണ്ടിക്കൂലി പോലും അവരുടെ കയ്യിലില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ടാകുന്ന ഒരു ചായയുടെ പൈസ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം രൂപ പലപ്പോഴുമൊക്കെ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ഒരു 10 രൂപ വെച്ചെങ്കിലും അയച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇവർക്കതൊരു വലിയൊരു പ്രതീക്ഷയാണ് അവരുടെ ജീവിതത്തിലേക്ക്. ഒരു മോനുണ്ട്. ആ മോനാണെങ്കിൽ ഇവരെ ആരെയും സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ തിരക്കുകയോ ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത്. അമ്മമാരങ്ങനെ പറയത്തുള്ളൂ. ഏതായാലും ഈ അച്ഛനും അമ്മയും ഇപ്പോൾ നമ്മോട് വന്ന് ഇങ്ങനെ ഒരു അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ലവരായ പ്രേക്ഷകരെ, നിങ്ങളിത് കാണുമ്പോൾ 1 രൂപയെങ്കിൽ 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ നിങ്ങളെ കൊണ്ടാകുന്നത് ഇവർക്ക് നൽകണമേ എന്നാണ് അപേക്ഷിക്കുകയാണ് ഞാൻ. കാരണം ഇവർക്ക് ഗൂഗിൾ പേ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവരുടെ സഹോദരി ഇവരുടെ സഹോദരി തന്നെയാണ്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടാണ് ഇവർക്ക് കൊടുക്കുക. അത് വെച്ചാണ് അവർ ആഹാരമൊക്കെ കഴിക്കുന്നത്. അപ്പം ആ സഹോദരിയുടെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഇവരുടെ തന്നെ അക്കൗണ്ടും ഒക്കെ കൊടുത്തിരിക്കാം. നിങ്ങൾ ഇവരെ ഫോണിൽ വിളിച്ചിട്ട് ഒരു ആശ്വാസ വാക്ക് പറയുകയും അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തു നൽകിയാൽ വളരെ വളരെ വലിയ പുണ്യമാകും കേട്ടോ. വളരെ വേഗം തന്നെ അത് ചെയ്തു നൽകണേ എന്ന് അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളെ കൊണ്ട് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ചിലപ്പോൾ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ വലിയൊരു നമ്മളെ തുടർന്ന് പ്രൈവറ്റിലും സർക്കാർ ആശുപത്രിയിലോട്ട് നമ്മൾ ചികിത്സയിലായ ആമിട്ടത്. ഇത് തുടർന്നുള്ള ചികിത്സയ്ക്ക് നമ്മളെ കൊണ്ട് സാമ്പത്തികത്തിന്റെ ഒരു ശേഷിയുമില്ല, തരാൻ നമുക്കാരുമില്ല. പേര് ബോസ്, എന്റെ പേര് രമണി. ഇവിടെ വന്നിട്ട് 16 ദിവസമായി. ഡിസ്ചാർജ് ആയിരുന്നു. ഇന്ന് മെഡിക്കൽ കോളേജിൽ പോകേണ്ടതാണ്. അതെല്ലാം ടെസ്റ്റുകളെല്ലാം കയ്യിരിക്കുന്നു. പോകാൻ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് വണ്ടിക്കൂലിയല്ല വേറുന്നുണ്ട്. അതുകൊണ്ട് പോയില്ല. മകനുണ്ട്, തരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവന്റെ ജീവിതം. ഇല്ല, 3 കുഞ്ഞുങ്ങളും അതുമായിട്ട് ഒറ്റക്കിടക്കാൻ കൂലിപ്പണിയാ. ഒരു മോനേ ഉള്ളതിന്റെ കണക്ക് നമുക്ക് സഹായിക്കും. സ്വന്തം സ്ഥലം പത്തനംതിട്ട, താമസിക്കുന്ന കാവനത്ത് വാടകയ്ക്കാണ്. സെക്യൂരിറ്റി ആയിട്ടൊക്കെ പോവായിരുന്നു. ഇപ്പൊ പോകാനൊക്കുന്നില്ല. ഈ കാലിന്റെ ഈ പ്രശ്നം, ഈ ശരീരത്തിന്റെ എല്ലാ തകർച്ചയും കൊണ്ട് ജോലിക്കായിട്ട് പോകുന്നില്ല. ഇപ്പൊ ക്യാൻസറാണ്. പറ്റുന്നില്ല നമ്മളെ കൊണ്ട്. ഈ ജീവൻ രക്ഷിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു രക്ഷമാർഗമില്ല.
ഡിസ്ചാർജ് പാനില്ല പോവാത്തത് അവിടെ ചെന്നിട്ടുള്ള സ്കാനിങ്ങുകളും അതിനുള്ള തുടർന്ന് ചികിത്സകളെ പൈസ ഇല്ല എന്റെ കയ്യിൽ. തന്നേക്കാണ് ഒരു ടെസ്റ്റ് തന്നണക്ക് അതുപോലെ കൊണ്ട് അവിടെ എത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഈ രോഗിക്ക് നടക്കാൻ വയ്യ, ക്ഷീണാവസ്ഥയാണ്. ഡോക്ടർ ആംബുലൻസ് മാത്രമേ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ചെയ്യേണ്ട സഹായങ്ങളെല്ലാം നല്ലൊരു ഡോക്ടറായിട്ട് ചെയ്താൽ ഇപ്പൊ വരും. അവരോടൊന്നും ചോദിച്ചിട്ടില്ല. ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് മൊത്തം ചെയ്തിരിക്കുകയാണ്. വെളിയിൽ വിടേണ്ടത് മാത്രമേ വെളിയിൽ വെക്കത്തുള്ളൂ. ബാക്കിയെല്ലാം ഇവിടുന്ന് തന്നത്. അൻഷു മേഡമാണ് എന്റെ ഡോക്ടർ ഇതിന്റെ നോക്കിയത്. മേഡത്തിന്റെ സഹായം കൊണ്ടാണ് ഇത്രയും ഞാൻ എത്തിയത്. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. വേറെ ഞാൻ എന്ത് പറയാനുള്ളത് എനിക്കറിയത്തില്ല. യാതൊരു നിവൃത്തിയില്ല എനിക്ക്. അക്കൗണ്ട് നമ്പറുണ്ട്, ഗൂഗിൾ പേ എന്റെ അനിയത്തിയുടെ നമ്പറിലുണ്ട്. രജിത. 1 രൂപ പോലും അതെടുക്കത്തില്ല. അത് ഈ രോഗിയല്ല, കിട്ടുന്നത് ഞങ്ങൾക്ക് തന്നത്തേ ഉള്ളൂ. നീണ്ടര കൊട്ടയൊക്കെ പിടിച്ച എന്റെ ജീവിതം. അങ്ങനെ വള്ളക്കാര് നല്ല മനുഷ്യരാ. ഒരു കൊല്ലം തരും. അതിന് പോയിട്ട് തന്നെ 2 മാസം കഴിഞ്ഞ് ഞാൻ 10 പൈസയുടെ വരുമാനം എനിക്കില്ലത്. ഇദ്ദേഹത്തെ നോക്കാൻ ഞാൻ ജോലിക്ക് പോകും. യാതൊരു വിധ സാമ്പത്തിക ഇല്ല. തുടർന്ന് ഈ വ്യക്തിയെ രക്ഷിക്കാൻ എന്തെങ്കിലും 5 പൈസ ഇല്ല. 600 രൂപ ഞാൻ അനിയത്തി കൊണ്ട് തന്നെ 1500 രൂപ ഞാനുമേ ഉള്ളൂ. 600 1500 രൂപ ഞാനും. ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നാണ് അത് പറഞ്ഞത്. അത്രയെല്ലാം എന്റെ ഒന്നുമില്ല പറയാൻ. കൂടുതൽ പറയാനും ഇവിടെ കൊണ്ട് കഴിവില്ല. നമുക്ക് ചികിത്സയ്ക്ക് എന്തെങ്കിലും തിരുവനന്തപുരത്ത് പോകണം. ഈ ബാക്കിയുള്ള ചികിത്സക്കുള്ള ചികിത്സ സഹായമാണ് നമുക്ക് വേണ്ടുന്നത്. അത് ആര് തന്നാലും 1 രൂപയായാലും 10,000-ന്റെ വിലയാണ്.